സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ചെക്കുമ്മ, ചേച്ചൻ, അച്ഛൻ, അമ്മ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചെക്കുമ്മ ബസ്സിൽ നിന്ന് 2 തട്ട് കെട്ടി എന്നെ ദേ ഉറക്കി. ഞാൻ ഉറക്കം എണീറ്റ് നേരെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ. അങ്ങനെ ട്രെയിനൊക്കെ കണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നേരെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഫറൂഖിൽ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ചെന്ന് കട്ടൻസിന് വല്ലതും തിന്നാനാണ് ആദ്യത്തെ പ്ലാൻ തന്നെ. അത് എനിക്ക് മന്തിയാണ് ഇഷ്ടം, മന്തി അല്ലെങ്കിൽ ബിരിയാണി. അപ്പം നല്ല അടിപൊളി മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും അവർ മന്തി കൊണ്ടുവന്നു. പിന്നെ ശടപടെ തീർക്കുക എന്നുള്ള ടാസ്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതെല്ലാവരും കൂടെ വലിയ കാര്യത്തിൽ തന്നെ തീർത്തു. പിന്നെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ബേഡ്സിനെ കാണാൻ വേണ്ടിട്ട് എങ്ങോട്ടോ കൊണ്ടുവന്നു പറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കാറിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നേരെ ചെന്ന് ബേഡ് സാഞ്ചുറി ചെന്നപ്പോഴത്തേക്കും അവിടെ ആണെന്നുണ്ടെങ്കിൽ സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് തീരെ ടൈമില്ലല്ലോ. അപ്പൊ നേരെ വണ്ടി തിരിച്ചു. എന്നാ പിന്നെ ഇനി പോയി കടലിൽ പോയി കുറച്ച് നേരം തിരയിക്കൊണ്ടിരിക്കാനായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. എന്നാ പിന്നെ പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ കടലിൽ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 2 ചേട്ടന്മാരും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. വലയിടുന്നൊന്നും ശരിയാവുന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വല വീശുന്നത് കണ്ടു, മീൻ കിട്ടുന്നത് ഞങ്ങൾ കണ്ടില്ല. എന്നാലും അവിടെ നിന്നൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ നേരെ തിരിച്ചു. നേരെ ചെന്ന് കുറച്ച് നേരം കടാപ്പുറത്ത് ഇതേപോലെ ഇരുന്ന് കുറച്ച് നേരം തിരയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കാൻ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വിശ്രമിച്ച ശേഷം കുറച്ച് വെള്ളം കൊള്ളുന്ന പോലെ തിര അടിച്ചു വരുന്ന സ്ഥലത്ത് പോയി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഇതേപോലെ കടലിൽ ഇതേപോലെ വെള്ളം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ച് ചുക്കുമ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ നിർത്തി ഞങ്ങൾ നേരെ നല്ല അടിപൊളി റോഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. ചെന്ന് കഴിഞ്ഞ് ഉറക്കം എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മുട്ടയൊക്കെ മേടിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അങ്ങനെ എനിക്ക് യാത്ര പോകും.